സംസ്ഥാനത്ത് കോഴിമുട്ടയുടെ വില വലിയ തോതിലാണ് കുതിച്ചുയരുന്നത്. 5.5 രൂപയുണ്ടായിരുന്ന കോഴിമുട്ടയ്ക്ക് ഒരു മാസം കൊണ്ട് 8 രൂപയോളമാണ് വില വർദ്ധിച്ചത്. ഇത് സമസ്ത മേഖലയെയും ബാധിക്കുന്നു എന്നതിനപ്പുറം തന്നെ ഈ ജിമ്മിലെ വർക്കൗട്ട് ചെയ്യാൻ വരുന്നവരെയാണ് ഇത് വലിയ തോതിൽ ബാധിക്കുന്നത്. ചേട്ടാ, കോഴിമുട്ടേൻ്റെ വില കൂടിയല്ലോ, അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളെ ഇപ്പോൾ ബാധിക്കുക? എത്ര കോഴിമുട്ട കഴിക്കുമോ? ഏട്ടാ ബ്രോ, ഞാനിന്ന് 20 മുട്ട ഡെയിലി അടിക്കും. ഇപ്പോൾ എത്ര രൂപ? 2 രൂപ തോതി കൂടി. 3.5 രൂപ. അപ്പം ഡെയിലി കൂട്ടി നോക്കി 20 × 3. ഇതില്ലാണ്ട് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പ്രോട്ടീനാണിത്. പ്രോട്ടീൻ ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല, ക്ഷീണം സംഭവിക്കും. മസിൽ ഫൈബർ ബ്രേക്ക് ആകുമ്പോൾ റെഡിയാക്കാൻ ഇത് വേണം, പ്രോട്ടീൻ വേണം. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ വില കൂടി കഴിഞ്ഞാലും മുട്ട ഇതേപോലെ തന്നെ വാങ്ങി കഴിക്കേണ്ടി വരും. കാരണം ഇത് ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനമല്ല. പ്രോട്ടീൻ സാധാരണക്കാരൻ്റെ പ്രോട്ടീനാണ് ഈ എഗ്ഗ്, ഇതൊക്കെ കൂടി. പൈസ ഉള്ള പ്രോട്ടീൻ പൗഡറിലൊക്കെ എല്ലാത്തോണ്ട് ഇതിന്ന് കൺസ്യൂം ചെയ്യാൻ നോക്കും. ഏകദേശം ഒരു ദിവസം എത്ര കോഴിമുട്ട കഴിക്കും? ഏകദേശം ഒരു 10-12 വെച്ച് കഴിക്കും. ഇപ്പോൾ നമുക്ക് ഒരു 4 രൂപ ഉണ്ടായിരുന്ന 5.5 ആയി മെല്ലെ. ഇപ്പോൾ അത് ഒറ്റയടിക്ക് 8 ആയി. അപ്പോൾ നമ്മൾ ഈ 10-12 കഴിക്കുന്നപ്പോൾ 5-6 ചുരുങ്ങാണ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് കുറയാണ്. സാധാരണക്കാരുടെ ഒരു മെയിനായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് എഗ് തന്നെയാണ്. അപ്പോൾ എഗ് വില കൂടിയതും പിന്നെ ക്ഷാമമാണ്. വില കൂടിയതും മാത്രമല്ല, ക്ഷാമമാണ്. അപ്പോൾ ചേട്ടന് തന്നെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസത്തേക്ക് 1000-ന്റെ മേലെ പൈസ വരും. അതായത് 300 മുട്ട എന്തായാലും ഒരു മാസം കഴിക്കുമല്ലോ. അതെ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റിയാണ്. അപ്പോൾ ഒരു ദിവസം ഏകദേശം എത്ര കോഴിമുട്ട കഴിക്കും? 8 എണ്ണം കഴിക്കും. അപ്പോൾ ഒരു മാസത്തിൽ 300 മുട്ട കഴിക്കുന്ന ആളാണ്. അതെ. അപ്പോൾ ഒരു 1000-1500 രൂപേൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വില കൂടിയത്. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും മുട്ട കൂടുതലായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ വില കൂടുമ്പം സാധാരണ നമ്മളെ എന്താ പറയുക, ഒരു ഫാമിലി ബഡ്ജറ്റ് ഒപ്പിക്കുക എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. 7 രൂപ, 6 രൂപ, 7 രൂപ അങ്ങനെയൊക്കെ റേറ്റ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുട്ടേൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചല്ലോ. അതിലിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് സർക്കാരിനോട് എന്താ പറയാനുള്ളത്? സർക്കാരിനോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഉപകാരമായിരിക്കും. ഈ കാര്യത്തിൽ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം കോഴിമുട്ടേൻ്റെ വില വലിയ തോതിൽ വർദ്ധിച്ചല്ലോ. സർക്കാരിന് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരുപാട് സ്കീം ഇറക്കുന്നുണ്ടല്ലോ. ഇപ്പം പണ്ടൊക്കെ കുറേ കോഴികളൊക്കെ വീട്ടിലേക്കായിട്ട് ഓരോ സ്കീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പോൾട്രി ഫാമിലും ഇതേപോലത്തെ ഓരോ സ്കീം കൊടുക്കാം. പിന്നെ ഓവറോളായിട്ട് ഇപ്പം ആൾക്കാർക്ക് ഈ പറഞ്ഞ സാലറി ഹൈക്ക് കാര്യം പോലെ നല്ല രീതിയിൽ ഹൈക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ ആ രീതിക്ക് ഹൈക്ക് ആക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് കുറയ്ക്കാം. ഇതിലേതെങ്കിലും ഒന്നായാലേ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. ഈ സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണം. മാത്രമല്ല, ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കേരളം ഇക്കാര്യത്തിൽ കോഴിമുട്ടയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടണം എന്നാണ്. പ്രധാനമായും പ്രോട്ടീന് വേണ്ടിയിട്ടാണ് ഇവർ മുട്ട കഴിക്കുന്നത്. അതിനാൽ തന്നെ ഒരു തരത്തിലും മുട്ട കഴിക്കാതിരിക്കാൻ പറ്റില്ലെന്നും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നു. ഷബീർ കല്ലിനൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.